അതിരപ്പള്ളി വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനും നിരഞ്ജനയും നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. സഹല, റജുല, അൻസിയ, യുസ്മിയ അവരൊക്കെ അവരുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒരു ഫിൽറ്ററിന് വെള്ളം പിടിക്കുന്ന രംഗമാണ്. സമയം എത്രയായിന്ന് വെച്ചാൽ 6:10. നമ്മൾ 7:50 ചാലക്കുടീൻ്റെ വണ്ടിയിൽ പോവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ രാവിലെ ഒന്നും ഉറങ്ങി എണീക്കാറില്ല. എത്ര സുന്ദരമാണല്ലേ രാവിലെ. എനിക്കും നീരുക്കുമുള്ള ആകെയുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഹനയില്ല. ഹന ഒരു ഫാമിലി ട്രിപ്പിലാണ്. പിന്നെ നൗറിൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് 45 days ആണ് നൗറിൻ്റെ ഇന്റേൺഷിപ്പ്. അപ്പോൾ നൗറിൻ തിരിച്ച് പോയി. ഇന്ന് യൂണിവേഴ്സിറ്റിക്ക് പോവും തിരുനെൽവേലി. സോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഫുൾ ഗ്രൂപ്പില്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് എനിക്കും നീരുക്കും. ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴോ പോയതാണ് അതിരപ്പള്ളി. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. അതായത് ഒരു ബുദ്ധി വെച്ച കാലത്തിന് ശേഷം ഇപ്പോഴാണ് അതിരപ്പള്ളി പോകുന്നത്. സോ ഒരു മഴക്കാലത്ത് അതിരപ്പള്ളി വളരെ രസമായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, മഴ പെയ്യുക അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചാറലൊക്കെ അടിക്കുകയാണെങ്കിൽ അതിന് വേണ്ടി റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, കുട എടുത്തിട്ടുണ്ട്. സോ ഒരു മഴക്കാലത്തുള്ളൊരു അതിരപ്പള്ളി വാട്ടർഫോൾസിലോട്ടുള്ള നമ്മുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. നീരും ഒരു ഫ്ലോറൽ വൈബ്സ് ആണെന്ന്. നൗറിൻ വി മിസ് യു, ഹന വി മിസ് യു. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പുറപ്പെടുകയാണ്. ഞായറാഴ്ച വെസ്റ്റ് ഫോർട്ട് റോഡാണിത്. ഫുൾ കാലി. സ്കൈ നല്ല രസമുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് KSRTCക്ക് ഓട്ടോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഓട്ടോ അത്ര കാണാനില്ല, പക്ഷെ അപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഓട്ടോ ഉണ്ട്. KSRTC എത്തിയിരിക്കുകയാണ്. മറ്റേ ടീമും കൂടി ഉണ്ട് ഇവിടെ. ഉസ്മിയാണ് ഇവിടുത്തെ ബാങ്ക്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് വെക്കാമെന്ന് പറഞ്ഞു. KSRTC തന്നെ ഉണ്ട് ATM ഒക്കെ. പിന്നെ അവിടെ പോയി ചിലപ്പോൾ റേഞ്ച് കിട്ടിയില്ലെങ്കിലോ, അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വെച്ചു. നമ്മൾ സ്റ്റാൻഡ് എത്തിയതും അവിടെ തന്നെ ചാലക്കുടിക്കുള്ള ബസ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരും അതിൽ കയറി. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 7:50 ചാലക്കുടി ടു അതിരപ്പള്ളി പോകുന്ന KSRTCയിൽ കയറുക എന്നുള്ളതാണ്. ഈ ഒരു ബസ് യാത്ര നല്ലൊരു സുഖമായ ഒരു യാത്രയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടിട്ടാണ് പോയിട്ടുള്ളത്. ഏകദേശം ഒരു 45 മിനിറ്റ് ഒക്കെ വന്നിട്ടുള്ളൂ നമ്മുടെ ട്രാവൽ എന്ന് പറയുന്നത്. അങ്ങനെ ചാലക്കുടി ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു 7:10 ഇവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. 50 നമുക്ക് അതിരപ്പള്ളിക്കുള്ള ബസ്. നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ടൈമും കൂടി ഉണ്ട്. നല്ല ഫുഡ് എവിടെ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ ഹോട്ടൽ വീനസ് നല്ല ഫുഡാണ്. അവിടെ മസാല റോസ്റ്റും പിന്നെ സാധാ റോസ്റ്റ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നല്ല തൃപ്തിയായി. ഫുഡൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് ഇറങ്ങുകയാണ്. ഏകദേശം 7:30 ആയിട്ടുള്ളത്. നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ആണ് ചാലക്കുടി KSRTC. ഓവർ വെയിലും ഇല്ല, നല്ലൊരു ക്ലൈമറ്റ് ആണ്, ഒരു പറ്റിയ ക്ലൈമറ്റ് ആണ്. ഇതിലാരൊക്കെ ആദ്യമായിട്ട് അതിരപ്പള്ളി പോകുന്നത്? ആദ്യമായിട്ടാ? സഹലി, റജുലി ഫസ്റ്റ് ടൈമാണ് പോയതാണ്. കുറേ കൊല്ലം മുമ്പ് പോയതാണോ? ചെറുതാവുമ്പോ പോവാണ്. ഞാനും ചെറുതാവുമ്പോഴാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ബസ് വന്നു. കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരും സീറ്റ് പിടിക്കാന്നുള്ള ഇതിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ കയറിയിരുന്നു. നോക്കുമ്പോൾ കുറച്ച് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. വിൻഡോ സീറ്റ് വേണമെന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു. കാരണം വ്യൂ ഒക്കെ കാണാൻ നല്ല കാഴ്ചകളായിരിക്കില്ലേ. തൃശ്ശൂർ ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു അതിരപ്പള്ളി ട്രിപ്പ് വരാന്നുള്ളത്. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രസമാണ്. അങ്ങനെ അവസാനം ആ ഒരു ട്രിപ്പ് സഫലീകരിക്കപ്പെടുകയാണ്. ആ ഒരു ഹാപ്പിനെസ്സിലായിരുന്നു എല്ലാവരും. പിന്നെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട്, മോർണിംഗും കൂടിയല്ലേ, ഓവർ വെയിലും ഇല്ല, മഴക്കാലമാണ്. ശരിക്കും നമുക്ക് ആ ഒരു തണുപ്പ്, ആ ഒരു കാറ്റ്, അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. എന്തോ ഒരു ഭാഗ്യത്തിൽ ആ ദിവസം മഴ പെയ്തില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. വിജയ് സേതുപതിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, இந்த കാത്തിരിക്കില്ല സാർ, നമ്മ സന്തോഷവും ദുഃഖവും വെട്രി തോൽവി ഉറവുകൾ, അങ്ങനൊരു ഡയലോഗ് ഉണ്ട്. നല്ല രസമാണ്. അതെല്ലാം ഈ കാറ്റ് പോലെയാന്ന് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. നിരഞ്ജന ബാക്കിലാണ് ഇരുന്നിട്ടുള്ളത്. നമ്മൾ രണ്ടുപേരും വിൻഡോ സീറ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിൽവർ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ തീം പാർക്കാണ്. അതൊക്കെ ഈ പോകുന്ന വഴി തന്നെയാണ്, അതിരപ്പള്ളി പോകുന്ന വഴി തന്നെയാണ്. അതിരപ്പള്ളി നമ്മൾ എത്തി. ഇത് ഒരു ടിക്കറ്റ് കൗണ്ടറാണ്. ഉള്ളിൽ വേറൊന്നുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ തിരക്ക്. ഒരു ട്രാവലർ ഉണ്ട്, പിന്നെ കുറച്ച് ബസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നിരന്ന് വണ്ടികളാണ്, ഫുൾ വണ്ടികൾ, ഇഷ്ടം പോലെ വണ്ടികൾ. പോരാത്തതിന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല സുഖമുള്ള യാത്രയായിരുന്നേ. നമ്മൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നല്ല കാഴ്ചകളൊക്കെ വന്നപ്പോൾ എണീറ്റു.
പിന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. അതിരപ്പള്ളീൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് കടകളുണ്ട്, അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഒരു 9:10 ആ ഒരു ടൈമിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ സീബ്ര ക്രോസിംഗ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ ഉള്ളിൽ കയറുകയാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. റെയിൻകോട്ട് വേണോ മേടിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ഡിസ്കഷനിലാണ്. കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ് വന്നിട്ടുള്ളത്. നമ്മൾ 5 പേരുള്ളത്. മിസ്യു, ഹന, ആയുഷ്, ജുമാന, നൗറി, അൻസിയ. അൻസിക്ക് ശരിക്കും വരായിരുന്നു. ശരി, നമുക്ക് ഇനി ഉള്ളിലേക്ക് പോകാം. 250 രൂപയാണ് 5 ആൾക്കായിട്ടുള്ളത്. 5 ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് അതിനുള്ളിൽ കയറുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ലോകമാണ്. ഒരു കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുന്നു. പച്ചപ്പ്, നല്ല വായു, അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. നമ്മൾ സുഖമായി ഇറങ്ങുന്നുണ്ട്. ഇനി തിരിച്ച് കയറുമ്പോഴാണ് നമ്മൾ മൂഞ്ച മിക്കവാറും. നീരും ഒരു ലാലാല വൈബിലാണ്. ഇന്റേൺഷിപ്പിന് വന്ന് ഫസ്റ്റ് വീക്ക് തൊട്ട് പറയാൻ തുടങ്ങിയ ഒരു പ്ലാനാണ് അതിരപ്പള്ളി. അതിപ്പോഴാണ് പോസിബിൾ ആയത്. ഇപ്പൊ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. ഫസ്റ്റ് വ്യൂ. ഇവിടെ കുറെ ഇരിക്കാനൊക്കെ ഇങ്ങനെ സ്ഥലമുണ്ട്, കടയുണ്ട്. നമുക്ക് അവിടെ ഒരു വഴിയുണ്ട്. ആദ്യം നമ്മൾ ഇവിടെ പോയിട്ട്, ഇവിടെ കുരങ്ങിരിക്കുന്നുണ്ട്. എൻ്റെ ഫോണ് വലിക്കുമോ എന്നൊരു പേടിയുണ്ട്. ഫോണ് വലിച്ചിട്ട് പോയാൽ ഈ വീഡിയോ അപ്ലോഡ് ആവില്ല. കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള പാറക്കല്ലുകളാണ്, സ്റ്റെപ്പൊന്നും ഇല്ല. നമ്മൾ കയറിയിട്ട് റൈറ്റിലോട്ട് പോവാതെ നേരെ താഴെ ഇറങ്ങിയാൽ കാണുന്നൊരു വ്യൂ ആണ്. ഇതാണ് വാട്ടർഫോൾസ് മേലെന്ന് കാണുമ്പോഴുള്ള വ്യൂ. താഴെന്ന് മേലേക്ക് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു രസമായിരിക്കും. വെള്ളത്തിന് നല്ല രീതിക്കുള്ള ഒഴുക്കുണ്ടായിരുന്നു. മാത്രമല്ല അവരതിനനുസരിച്ച് സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. കയറ് കെട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ കമ്പുകൾ കെട്ടിയിട്ടുണ്ട്. ഇതാണ് മേലെന്ന് നോക്കുമ്പോൾ താഴേക്ക്. നമ്മൾ അവിടേക്കാണ് ഇനി അടുത്ത് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് ആൾക്കാർ കാണാം. സഹല, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മഴവില്ല് കാണാം. നല്ല ഭംഗിയുണ്ടല്ലേ. പെട്ടെന്ന് വരും, പിന്നെ പെട്ടെന്ന് പോകും. അങ്ങനെ മാഞ്ഞു വന്ന് ഇങ്ങനെ മഴവില്ല് വന്നു പോകണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നേ, ഞായറാഴ്ചയല്ലേ. നീരും ആർക്കൊക്കെയോ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞ് ചത്ത മീൻ ഉണ്ടായിരുന്നു അവിടെ, അതും ഞാൻ ചുമ്മാ എടുത്തതാ. അതുപോലെ തന്നെ കുരങ്ങും ഉണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ച് പോവും. ഫുൾ വ്യൂ ഓഫ് വാട്ടർഫോൾസ് കാണാനാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും പറഞ്ഞു ഇറങ്ങുമ്പോൾ നല്ല സുഖമാണ്, കയറുമ്പോൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടെന്നുള്ളത്. ഇറങ്ങുമ്പോഴും നല്ല കല്ലൊക്കെ നല്ല സൂക്ഷിച്ചിറങ്ങണം, വഴുക്കുണ്ടാവും, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങിയത്. കുറേ ആൾക്കാർ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ കോട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും പോകുമ്പോൾ എടുക്കണം. നമ്മള് ജാതി വരുന്നുണ്ട്. കോട്ടൊക്കെ ഇട്ടു, വെള്ളമൊന്നും നനഞ്ഞിട്ടില്ല. നമ്മൾ ഫുള്ള് താഴത്തോട്ട് ഇറങ്ങി പോകുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിക്ക് ചാറ്റലടിക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്നവരുടെ അടുത്തൊക്കെ കോട്ടും കൊടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് ചാറലടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് കോട്ട് കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കയറുന്നവിടെ തന്നെ കോട്ടൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ചാലും മതി. നമ്മളവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ നല്ല രീതിക്ക് ചാറ്റലടിക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് നിങ്ങൾ മേലത്തെ വ്യൂ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫോൾസിൻ്റെ. ഇതാണ് താഴത്തുനിന്ന് മേലേക്കുള്ള വ്യൂ. സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് ഇങ്ങനെ മഴയാണെന്ന് തോന്നിപ്പോവും. നല്ല കടുത്ത മഴയെന്ന് തോന്നും. പക്ഷെ അതല്ല, ഒരു വാട്ടർഫോൾസിന് തെറിക്കുന്ന വെള്ളമാണ് ഇതൊക്കെ. നമുക്ക് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാനേ പറ്റില്ല, കാരണം ഫോണിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറും, ക്യാമറയിലൊക്കെ വെള്ളം കയറും. എൻ്റെ ക്യാമറയിൽ വെള്ളം കയറി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഇങ്ങനെ ഒരു പാട പോലെ ഉണ്ടാവും. എന്നാലും പറ്റുന്ന ക്ലിപ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ വിചാരിക്കും മോശമായിട്ടുള്ള ക്ലൈമറ്റായിട്ട് എങ്ങനെ പോകണമെന്ന്. പക്ഷെ അവിടെ അതിനുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ തന്നെ വെച്ചിട്ടുണ്ട്. കയറ്, കമ്പ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ടെന്നുള്ള രീതിക്ക് തന്നെ ഒരു സേഫ്റ്റിയൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എവിടെ ട്രിപ്പ് പോയാലും സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലും കൂടി ഉണ്ട്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. അതാണ് ശരിക്കും ആ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. നമുക്കൊന്നും ശരിക്കും പോലെ കാണാൻ പറ്റില്ല, കാരണം അത്രയും ചാറ്റലിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റും, മഴ പെയ്യുന്ന പോലെ ഉണ്ടാവും, നല്ല മഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. പക്ഷെ മഴയല്ല ഇത്. ആക്ച്വലി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ജാമിയ ന്യൂഡൽഹി, നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് എല്ലാവരും കൂടി പോകാമെന്നുള്ളതാണ്, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന എല്ലാവരും കൂടി. പക്ഷെ എല്ലാവരും ഉണ്ടായിരുന്നില്ല. വരുന്ന കുറച്ച് പേര് കൊണ്ട് മാത്രമേ നമ്മൾ ട്രിപ്പ് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഒഴിവുണ്ടായിരുന്നില്ല. താഴെ ഇറങ്ങി വരുമ്പോൾ ഓരോ സൈഡ് നിൽക്കുമ്പോഴും ഓരോ വ്യൂ ആണ് ഉണ്ടാവുക. ഇതിങ്ങനെ ഞാൻ വെറുതെ വിദൂരതയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ വെറുതെ കുറച്ച് പട്ടി ഷോ, ഫീൽ ദ നേച്ചർ, ആ ഒരു വൈബാണ് ഇതൊക്കെ.
മെമ്മറി ഓഫ് അതിരപ്പള്ളി ഞാൻ ഈ കല്ലെടുക്കുകയാണ്. നമ്മളിവിടുന്ന് പോവാണ്. ക്യാമറയൊക്കെ ഫുൾ അടിച്ചുപോയി കഴിഞ്ഞു. നമ്മൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞു കല്ലെടുത്തിട്ടുണ്ട് അതിരപ്പള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട്. കല്ലല്ല കല്ല്. How was it, guys? നല്ല ക്രൗഡഡ് ആണ്. ഞായറാഴ്ചയും കൂടിയിട്ടല്ലേ. നമ്മളിവിടെ നിന്ന് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. കണ്ടാൽ തന്നെ അറിയാം ഫുൾ നനഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തോണ്ട് രക്ഷപ്പെട്ടു. ഇവർ ഫോട്ടോ എടുത്തോണ്ട് ആസ്വദിച്ചു അല്ലേ കംപ്ലീറ്റ്ലി. ഇവര് മഴയൊക്കെ നനഞ്ഞിട്ട് ഒരു കൈക്കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനായിട്ട് ഇവർ വന്നിട്ടുള്ളത്. കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് കയറുകയാണ്. കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞത്. സമയം എത്ര ഉണ്ടാവും നീരു? സമയം വാട്ട് ഈസ് ദ ടൈം നൗ? സമയം 10:30 നമ്മളൊരു 9:30 ടൈമിലായില്ലേ ഇറങ്ങിയത്. ഒരു 1 hour നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. റിയലി വർത്ത് ഇറ്റ്. നിങ്ങൾ എന്തായാലും വരണം. ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. നമ്മളിനി തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സൊന്നും ഉള്ളിൽ നനഞ്ഞിട്ടില്ല. ഞാൻ ഫോട്ടോ ഇട്ടതുകൊണ്ട് ഞാൻ ഫോട്ടോ ഇടുന്നില്ല, കാരണം ഫോട്ടോ ഉണങ്ങിക്കോട്ടെ. ക്യാമറ അടിച്ചു പോയി ഗൈസ്. ഭയങ്കര വെള്ളം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ബാക്ക് ക്യാമറ അടിച്ചു പോയി. മൂഞ്ചല. ബാക്ക് സൈഡ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മേലേക്ക് വന്നു, പക്ഷെ പറഞ്ഞത്ര കിതച്ചൊന്നുമില്ല. ഞാൻ നോർമലായിട്ട് നടന്നു വന്നത്. പൊതുവേ എനിക്ക് കുന്നു കയറുന്നൊക്കെ ഭയങ്കര കിതക്കില്ല, പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ പോയി നനഞ്ഞിട്ട് ഇവിടെ വന്നാൽ കുറച്ച് വെയിലുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് ഉണങ്ങിയിട്ട് നിങ്ങൾ പോയി. അങ്ങനെ ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രകൃതിയായിട്ട്. നമ്മളിവിടെ വന്നിരുന്നു റിലാക്സ് ചെയ്യാൻ. എൻ്റെ കോട്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണങ്ങാനിരിക്കണം. പക്ഷെ വെയിലില്ല. ഇത്ര നേരം വെയിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വെയിൽ പോയി. നല്ലൊരു വ്യൂ അല്ലേ. അവിടെ നിന്ന് ഫുൾ ഉണങ്ങി വെയിലൊക്കെ കൊണ്ട് ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ 5 പേര് ചോക്ലേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. സാഡ് സീനാണ്. നമ്മൾ 5 പേര് പറഞ്ഞ് എനിക്ക് ചോക്ലേറ്റ്. സെഹലി റജുലി ഒന്ന് കഴിക്കും തോന്നുന്നുണ്ട്. അവരങ്ങനെയല്ലേ. ഇസ്മിയൻ്റെ ഒക്കെയാണ് ഭാഗ്യം. പകുതി ചോക്ലേറ്റും പകുതി എല്ലാവരും ഒരു ഐസ്ക്രീം വൈബിലാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടീൻ്റെ ഫ്രൂട്ടി കുരങ്ങൻ വലിച്ച് മരത്തുമ്മേ കയറി. അപ്പോൾ കുരങ്ങനെ ഇങ്ങനെ കല്ലെറിയാണ് അവര്. നമ്മൾ ഇറങ്ങുമ്പോൾ കുറേ പേര് കയറുന്നുണ്ടായിരുന്നു. നമ്മൾ പോവാണ്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? മനസ്സിനൊരു കുളിർമ. പിന്നെ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിള്, തണ്ണിമത്തൻ ഇതൊക്കെ നമുക്ക് കിട്ടും. എവിടെ പോയാലും ഞാൻ മെയിനായിട്ട് മേടിക്കൽ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അതുപോലെ കുറച്ച് തപ്പി നടന്നു. എനിക്ക് ഡിസൈനൊന്നും ഇഷ്ടമായില്ല. പിന്നെ കേരള അതിരപ്പള്ളിയിൽ നിന്ന് എഴുതിയ ഒരു 60 രൂപയുടെ മാഗ്നറ്റ് ഉണ്ടായിരുന്നു, അത് മേടിച്ചു. യാത്ര തിരിക്കുകയാണ് അതിരപ്പള്ളിയിൽ നിന്ന്. KSRTC അല്ല, നോർമൽ സാധാ പ്രൈവറ്റ് ബസ്സിലാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയല്ല തിരിച്ചു പോകുമ്പോൾ കണ്ടത്. ഇനി നമ്മൾ ചാലക്കുടിക്കാണ് പോകുന്നത്. വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. നീര് ഫുൾ ആസ്വദിക്കുകയാണ്. ആ കാറ്റൊക്കെ. വാട്ടർഫോൾസ് ഒക്കെ കണ്ടിട്ട് ഒരു മന്തി കഴിക്കാൻ ഒരു പൂതി. അപ്പം നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയില്ല, ഉള്ളൂർ ഇറങ്ങിയ ഒരു മുമ്പത്തെ സ്റ്റോപ്പ് സൂഫി മന്തിയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ സൂഫി മന്തി കഴിക്കാൻ പോകുന്നത്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട് സൂഫി മന്തി എന്ന്, പക്ഷെ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെയും തിരക്കുണ്ടായിരുന്നു. സർവീസും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ പോയതും ഓർഡറൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ ഓർഡറൊക്കെ കിട്ടി. ഹണിയും പെരിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഹണി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സാറേ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ജ്യൂസി ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ തൃശ്ശൂർക്ക് പോകാനുള്ളത് തന്നെയാണ് ഉദ്ദേശം. പള്ളി വ്ളോഗ് ഇവിടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. 3:30 നമ്മൾ തിരിച്ചെത്തി. രാവിലെ 6:15 ഇറങ്ങിയതാണ്. ജ്യൂസിൽ നീരു ലിച്ചിയാണ്. പൂച്ചക്കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. ഞായറാഴ്ച ഇതുപോലെ ഉറങ്ങാനാണ് നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിരപ്പള്ളി പോയി വന്നു. വ്ളോഗോട് അവസാനിക്കുകയാണ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറയേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ ഒരു ടിക്കാവാൻ പോവുകയാണ്. അതിരപ്പള്ളി ആയിട്ടില്ല കേട്ടോ, അതിരപ്പിള്ളിയാണ്. അയ്യാ, ഇത്രയും നമ്മൾ കവർ ചെയ്തു.